ഷെയ്ഖ് ഹസീനയുടെ കൈമാറ്റത്തിൽ ബംഗ്ലാദേശ് സുരക്ഷാ ഉപദേഷ്ടാവ് ഖലീലുർ റഹ്മാൻ അജിത് ഡോവലുമായി ചർച്ച നടത്തിയെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. കുറ്റവാളികളെ കൈമാറാൻ ഉടമ്പടി പ്രകാരം കൈമാറണമെന്ന് ബംഗ്ലാദേശ് ആവശ്യപ്പെടുകയാണ്. ഉഭയകക്ഷി വിഷയങ്ങളും ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൽ പങ്കെടുക്കാനാണ് ഖലീലുർ റഹ്മാൻ ഡൽഹിയിലെത്തിയത്. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ തൗഫീഖ് അസ്ലമാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. തൗഫീഖ്, വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു. ഷെയ്ഖ് ഹസീന വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. അവർക്ക് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ കസ്റ്റഡിയിലാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അതൊരു കുറ്റവാളികളെ കൈമാറാനുള്ള ഉടമ്പടി ഈ ബംഗ്ലാദേശും ഇന്ത്യയുമായി നിലനിൽക്കുന്നു. അതുപ്രകാരം ഷെയ്ഖ് ഹസീനയെ കൈമാറണമെന്നുള്ളൊരു ആവശ്യം അത് ഇന്ത്യ അംഗീകരിക്കാനുള്ള സാധ്യത വിരളമാണ്. പക്ഷെ അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പരമാവധി വഷളാവാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളത് നിർണായകമായിരിക്കണം. ഏതുതരം ചർച്ചകളാണ് നടക്കുന്നത്? അവരുടെ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു തൗഫീഖ്? ജിൽസി, ഇന്നലെയാണ് ഈ കൂടിക്കാഴ്ച നടന്നതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഈ കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൽ പങ്കെടുക്കാനായിട്ടാണ് NSA ആയിട്ടുള്ള ബംഗ്ലാദേശിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് ഖലീലുർ റഹ്മാൻ ഡൽഹിയിലെത്തിയത്. അദ്ദേഹം ഇന്നലെ രാത്രിയായിരുന്നു എത്തേണ്ടിയിരുന്നത്. എന്നാൽ ഈ ചർച്ചകൾക്കും മറ്റുമായിട്ട് കുറച്ചുകൂടി നേരത്തെ ഡൽഹിയിലെത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഡൽഹിയിലെത്തിയ ഉടൻ തന്നെ NSA ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ചർച്ച നടത്തുകയാണ് ഉണ്ടായത്. ഉഭയകക്ഷി ചർച്ചകൾക്ക് പുറമെ ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണം എന്നുള്ളൊരു ആവശ്യം കൂടി ഈ ചർച്ചയിൽ ഉന്നയിച്ചു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം ഈ കുറ്റവാളികളുടെ കൈമാറ്റ ഉടമ്പടിയുണ്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ. ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ എത്രയും വേഗം ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്നാണ് ഇപ്പോൾ സുരക്ഷാ ഉപദേഷ്ടാവ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇതിലൊരു കൃത്യമായിട്ടുള്ളൊരു മറുപടി അജിത് ഡോവൽ ഖലീലുർ റഹ്മാന് നൽകിയിട്ടില്ല. കാരണം ഈ വിഷയത്തിൽ ചർച്ചകൾ നടക്കുകയാണ്. വിദേശകാര്യ മന്ത്രാലയവും കഴിഞ്ഞ ദിവസം ഈ സമാനമായ രീതിയിലുള്ള പ്രതികരണമാണ് നടത്തിയത്. ഷെയ്ഖ് ഹസീന ഡൽഹിയിലാണ് നിലവിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ വളരെ വേഗം ഇന്ത്യ വിട്ടു നൽകാനുള്ള സാധ്യത വളരെ കുറവാണ്. കൂടുതൽ ചർച്ചകൾക്ക് ശേഷം അവിടുത്തെ സാഹചര്യം ഉൾപ്പെടെ നോക്കിയതിനു ശേഷമായിരിക്കും അത്തരം നടപടികളിലേക്ക് ഇന്ത്യ കടക്കുകയുള്ളൂ. എന്നാൽ ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടിയേ തീരൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ. കാരണം കഴിഞ്ഞ ദിവസമായിരുന്നു ട്രിബ്യൂണൽ അവർക്ക് വധശിക്ഷ വിധിച്ചത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഷെയ്ഖ് ഹസീനയെ തങ്ങൾക്ക് വിട്ടു നൽകണം എന്നുള്ളൊരാവശ്യം ഇന്ത്യയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. രേഖാമൂലമുള്ള ഒരു കത്ത് ഉടൻ തന്നെ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യക്ക് ലഭിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അതല്ലാതെ ഫോണിലൂടെയും മറ്റും നടത്തിയ സംഭാഷണങ്ങളിലാണ് ഷെയ്ഖ് ഹസീനയെ എത്രയും വേഗം വിട്ടു നൽകണം എന്നുള്ളൊരു ആവശ്യം ബംഗ്ലാദേശ് ഇപ്പോൾ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഖലീലുർ റഹ്മാൻ ഡൽഹിയിലെത്തിയ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഒരു ആദ്യഘട്ട ചർച്ചയാണ് NSA അജിത് ഡോവലുമായി നടത്തിയത്. ആ ചർച്ചയിലാണ് ഉഭയകക്ഷി ചർച്ചകൾക്ക് പുറമെ ഈ ഷെയ്ഖ് ഹസീനയുടെ വിഷയം കൂടി ചർച്ചാ വിഷയമായതെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എത്രയും വേഗം ഇതിലൊരു തീരുമാനം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ നേരത്തെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒപ്പിട്ട കരാറ്, അതായത് 2023 ഈ കരാർ ഒപ്പിട്ടത്. ഈ കരാർ ഒപ്പിട്ടത് ഷെയ്ഖ് ഹസീന തന്നെയാണ്. ആ ഷെയ്ഖ് ഹസീനക്ക് തന്നെയാണ് ഇപ്പോൾ ആ കരാറ് വിനയായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ എത്രയും വേഗം വിട്ടു നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിട്ടു നൽകിയില്ലെങ്കിൽ അത് കരാറിന്റെ ലംഘനമായി കണക്കാക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകാതിരിക്കാൻ നേരത്തെ ഈ ഇടക്കാല സർക്കാർ വന്നതിന് ശേഷം കുറച്ചുകൂടി ബന്ധങ്ങൾ കുറച്ചുകൂടി ഊഷ്മളമാക്കി കൊണ്ടുവരികയായിരുന്നു. അതിനിടയിലാണ് ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട വിധി കോടതിയിൽ നിന്ന് ഉണ്ടായത്. ഉഭയകക്ഷി ചർച്ചകൾ കൂടുതൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്നുള്ള ഒരു ആവശ്യം ഉൾപ്പെടെ ബംഗ്ലാദേശ് വരും ദിവസങ്ങളിൽ മുന്നോട്ട് വെക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കൂടുതൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഷെയ്ഖ് ഹസീനയെ ഡൽഹിയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുകൊണ്ടുണ്ടാകുന്നത്.